Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. Once upon a time, പണ്ടൊരിക്കൽ there was a small village. ഒരു ചെറിയ ഗ്രാമം ഉണ്ടായിരുന്നു. Mary and her daughter lived in a small cottage in the village. Mary and her daughter, മാരിയും അവളുടെ മകളും lived, ജീവിച്ചിരുന്നു in a small cottage in the village. ആ ഗ്രാമത്തിലെ ഒരു ചെറിയ കോട്ടേജ് എന്ന് വെച്ചാൽ കുടിൽ എന്നാണ് അർത്ഥം. ആ ഗ്രാമത്തിൽ ഒരു ചെറിയ കുടിലിൽ മാരിയും അവളുടെ മകളും ജീവിച്ചിരുന്നു. They were happy and contented. Contented എന്നാൽ തൃപ്തരായ എന്നുള്ള അർത്ഥമാണ്. അവർ സന്തോഷവാന്മാരും തൃപ്തരുമായിരുന്നു. മാരി ഹാഡ് ബീൻ ഗിവൺ എ ബിഗ് പാൻ ഇൻ ഡൗറി. ഡൗറി എന്നാൽ അർത്ഥം സ്ത്രീധനം എന്നാണ് അർത്ഥം. മാരി ഹാഡ് ബീൻ ഗിവൺ, മാരിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു എ ബിഗ് പാൻ. പാൻ എന്നാൽ ചട്ടി എന്നാണ് അർത്ഥം. കലം, ചട്ടി, താലം ഇതൊക്കെയാണ് അർത്ഥം. ഇൻ ഡൗറി സ്ത്രീധനമായിട്ട് മാരിക്ക് ഒരു വലിയ ചട്ടി നൽകിയിട്ടുണ്ടായിരുന്നു. ഷീ വാസ് വെരി അറ്റാച്ച്ഡ് ടു ദാറ്റ് പാൻ ആസ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് സപ്പോർട്ട് ടു ഹെർ. ഷീ വാസ് വെരി അറ്റാച്ച്ഡ്, അവൾ വളരെയധികം ഇഴകിച്ചേർന്നിരുന്നു, അങ്ങേറ്റം അടുത്തിരുന്നു. ടു ദാറ്റ് പാൻ, ആ പാനുമായിട്ട്, ആ പാത്രവുമായിട്ട്. ആസ് ഇറ്റ് വാസ് ആയതുകൊണ്ട്. ആസ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് സപ്പോർട്ട് ടു ഹെർ, അത് അവൾക്ക് വലിയൊരു സഹായമായതുകൊണ്ട് അവൾ എപ്പോഴും അതുമായിട്ട്, ആ പാനുമായിട്ട് അടുത്തിരുന്നു. അറ്റ് ദ ടൈം ഓഫ് മീൽസ്, ഭക്ഷണ സമയങ്ങളിൽ മാരി വുഡ് പുട്ട് ഇറ്റ് ഓൺ ദ സ്റ്റൗ ആൻഡ് സേ. സ്റ്റൗ എന്നാൽ അടുപ്പ് എന്നാണ് അർത്ഥം. മാരി വുഡ് പുട്ട്, മാരി വയ്ക്കാറുണ്ടായിരുന്നു ഇറ്റ്, അത് ആ ചട്ടി, ഓൺ ദ സ്റ്റൗ അടുപ്പത്ത്, ആൻഡ് സേ അടുപ്പത്ത് വച്ചിട്ട് പറയുമായിരുന്നു ഭക്ഷണം കഴിക്കേണ്ട സമയങ്ങളിൽ. പാൻ, ഓ പാൻ, പ്ലീസ് കുക്ക്, ദയവായിട്ട് പാചകം ചെയ്യൂ. ആൻഡ് ക്വിക്ക്ലി, വേഗത്തിലും. ക്വിക്ക്ലി ടു, വേഗത്തിലും പാചകം ചെയ്യൂ. ഐ ആം ഹംഗ്രി, ഞാൻ വളരെ വിശന്നിരിക്കുകയാണ്. കുക്ക് സം പോറേജ്. പോറേജ് എന്നാൽ പായസം, കഞ്ഞി ഇതൊക്കെയാണ് അർത്ഥം. കുക്ക് സം പോറേജ്, അല്പം പായസം ഉണ്ടാക്കൂ. ദ പോറേജ് വാസ് റെഡി ഇൻ നോ ടൈം. ഇൻ നോ ടൈം എന്നാൽ അതിവേഗത്തിൽ എന്നാണ് അർത്ഥം. വളരെ വേഗം, ഉടൻ. ദ പോറേജ് വാസ് റെഡി ഇൻ നോ ടൈം, അതിവേഗത്തിൽ ആ പായസം തയ്യാറാകുമായിരുന്നു. അങ്കിൾ ജോർജ് വാസ് അസ്റ്റോണിഷ്ഡ്. അസ്റ്റോണിഷ് എന്നാൽ അമ്പരക്കുക എന്നുള്ള അർത്ഥമാണ്. അങ്കിൾ ജോർജ് വാസ് അസ്റ്റോണിഷ്ഡ്, അങ്കിൾ ജോർജ് അത്ഭുതപ്പെട്ടു, അമ്പരന്നു. ടു സീ, കണ്ടുകൊണ്ട്. ദ മാജിക് പാൻ, ആ മാജിക് പാൻ കണ്ടുകൊണ്ട് അങ്കിൾ ജോർജ് അത്ഭുതപ്പെട്ടു. ഹി സെഡ് ടു ഹിംസെൽഫ്, അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു, ഓ നൗ ഐ നോ ദ സീക്രട്ട് ഓഫ് മാരീസ് കുക്കിംഗ്. ഇപ്പോൾ എനിക്കറിയാം മാരിയുടെ ഭക്ഷണം പാചകം ചെയ്യുന്നതിൻ്റെ രഹസ്യം എന്താണ് എന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി. ഐ ഹാവ് എൻ ഐഡിയ, എനിക്കൊരു ആശയമുണ്ട്, എൻ്റെ അടുത്തൊരു മാർഗമുണ്ട്. ഐ വിൽ സ്റ്റീൽ ദിസ് മാജിക് പാൻ വെൻ മാരി ആൻഡ് ഹെർ ഡോട്ടർ ഗോ ഔട്ട്. ഐ വിൽ സ്റ്റീൽ, സ്റ്റീൽ എന്നാൽ മോഷ്ടിക്കുക എന്നാണ് അർത്ഥം. ഐ വിൽ സ്റ്റീൽ, ഞാൻ മോഷ്ടിക്കും. ദിസ് മാജിക് പാൻ, ഈ മാജിക് പാൻ ഞാൻ മോഷ്ടിക്കും. വെൻ എന്നാൽ ആ സമയത്ത്. വെൻ മാരി ആൻഡ് ഹെർ ഡോട്ടർ ഗോ ഔട്ട്, മാരിയും അവളുടെ മകളും പുറത്തേക്ക് പോകുന്ന സമയത്ത് ഞാൻ ഈ മാജിക് പാൻ മോഷ്ടിക്കും. ദ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം. വെൻ മാരി ആൻഡ് ഹെർ ഡോട്ടർ വെൻറ്റ് ഔട്ട്, മാരിയും അവളുടെ മകളും പുറത്തേക്ക് പോയ ആ സമയത്ത്. അങ്കിൾ ജോർജ് ക്രെപ്റ്റ് ഇൻ ടു ദെയർ ഹൗസ് ആൻഡ് സ്റ്റോൾ ദ പാൻ. ക്രെപ്റ്റ് ഇൻ ടു ദെയർ ഹൗസ് എന്നാൽ അവരുടെ വീടിനുള്ളിലേക്ക് കയറി എന്നുള്ള അർത്ഥമാണ്. ആൻഡ് സ്റ്റോൾ, കയറിയിട്ട് മോഷ്ടിച്ചു. സ്റ്റീൽ എന്നാൽ മോഷ്ടിക്കുക, അതിൻ്റെ പാസ്റ്റാണ് സ്റ്റോൾ. മോഷ്ടിച്ചു ദ പാൻ, ആ പാന് അങ്കിൾ ജോർജ് മോഷ്ടിച്ചു. മാരിയും അവളുടെ മകളും പുറത്തേക്ക് പോയ സമയത്ത്. ക്രീപ്പ് എന്നതിൻ്റെ പാസ്റ്റാണ് ക്രെപ്റ്റ്. ക്രീപ്പ് എന്നാൽ പതുങ്ങി നടക്കുക, ഇഴയുക, നുയഞ്ഞു കയറുക ഇതൊക്കെയാണ് അർത്ഥം. അതിൻ്റെ പാസ്റ്റാണ് ക്രെപ്റ്റ്. ഇഴഞ്ഞു കടന്നു, ആ വീട്ടിലേക്ക് മെല്ലെ പതുങ്ങി കയറി. ഹി വെൻറ്റ് ഇൻ ടു ഹിസ് കിച്ചൺ.
അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുക്കളയിലേക്ക് പോയി. പുട്ട് ദ പാൻ ഓൺ ദ സ്റ്റൗ ആൻഡ് സെഡ്. പുട്ട് ദ പാൻ, അദ്ദേഹം ആ പാൻ വച്ചു. ഓൺ ദ സ്റ്റൗ, അടുപ്പത്ത് വച്ചു. ആൻഡ് സെഡ്, അടുപ്പത്ത് വച്ചിട്ട് പറഞ്ഞു. ഓ പാൻ പ്ലീസ് കുക്ക്, ദയവായിട്ട് പാചകം ചെയ്യൂ. ആൻഡ് ക്വിക്ക്ലി ടു, പെട്ടെന്നും. ഐ ആം ഹംഗ്രി, എനിക്ക് വിശക്കുന്നുണ്ട്. കുക്ക് സം പോറേജ്, കുറച്ച് പായസം പാചകം ചെയ്യൂ. ദ പോറേജ് സ്റ്റാർട്ടഡ് ബോയിലിംഗ് ഇൻ ദ പാൻ. ആ പാനിൽ പായസം പാചകം ചെയ്യപ്പെടാനായിട്ട് ആരംഭിച്ചു. സൂൺ ദ പാൻ വാസ് ഫിൽഡ് വിത്ത് പോറേജ്. സൂൺ, പെട്ടെന്ന്. ദ പാൻ വാസ് ഫിൽഡ്, ആ പാന് നിറഞ്ഞു. വിത്ത് പോറേജ്, പായസം കൊണ്ട് ആ ചട്ടി പെട്ടെന്ന് നിറഞ്ഞു. അങ്കിൾ ജോർജ് ഹാഡ് ഹേർഡ് ഓൺലി ദോസ് വേർഡ്സ് വിച്ച് ബിഗാൻ ദ കുക്കിംഗ് ഇൻ ദ പാൻ. അങ്കിൾ ജോർജ് ഹാഡ്, അങ്കിൾ ജോർജ് കേട്ടിട്ടുണ്ടായിരുന്നത് ഓൺലി ദോസ് വേർഡ്സ്, ആ വാക്കുകൾ മാത്രമായിരുന്നു അങ്കിൾ ജോർജ് കേട്ടിട്ടുണ്ടായിരുന്നത്. വിച്ച് ബിഗാൻ ദ കുക്കിംഗ് ഇൻ ദ പാൻ, ആ പാനിനകത്ത് പാചകം ചെയ്യാൻ പറയേണ്ടത് എന്താണോ അത് മാത്രമേ അങ്കിൾ ജോർജ് കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ബട്ട് ഹി ഡിഡ് നോട്ട് നോ മാജിക് വേർഡ്സ് ദാറ്റ് വുഡ് ടെൽ ദ പാൻ ടു സ്റ്റോപ്പ് കുക്കിംഗ്. പക്ഷേ ഹി ഡിഡ് നോട്ട് നോ, അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ല. ദ മാജിക് വേർഡ്സ്, ആ മാജിക് വാക്കുകൾ അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ല. ദാറ്റ് വുഡ് ടെൽ ദ പാൻ ടു സ്റ്റോപ്പ് കുക്കിംഗ്, ആ മാജിക് പാന് ഭക്ഷണം പാചകം ചെയ്യുന്നത് അവസാനിപ്പിക്കാൻ എന്താണോ പറയേണ്ടത്, ആ മാജിക് വാക്കുകൾ അങ്കിൾ ജോർജിന് അറിയുമായിരുന്നില്ല. അദ്ദേഹത്തിന് അത് ഭക്ഷണം പാചകം ചെയ്യാൻ ആരംഭിക്കാൻ എന്താണോ പറയേണ്ടത് അതിനുള്ള വാക്കുകൾ മാത്രമേ അദ്ദേഹം കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഹി സെഡ്, അങ്ങനെ അദ്ദേഹം പറഞ്ഞു. ഓൾ റൈറ്റ്, ശരി. ഇനഫ്, മതി. പ്ലീസ് സ്റ്റോപ്പ് കുക്കിംഗ്, പാചകം ചെയ്യുന്നത് ദയവായിട്ട് അവസാനിപ്പിക്കൂ. ബട്ട് ഹൗ വുഡ് ദ പാൻ സ്റ്റോപ്പ് കുക്കിംഗ്, എന്നാൽ എങ്ങനെയാണ് ആ പാന് ഭക്ഷണം പാചകം ചെയ്യുന്നത് അവസാനിപ്പിക്കുക? ദ പോറേജ് ബിഗാൻ ടു ഓവർഫ്ലോ ആൻഡ് സ്പിൽ ഔട്ട് ഓഫ് ദ പാൻ. ദ പോറേജ് ബിഗാൻ, ആ പായസം ആരംഭിച്ചു. ടു ഓവർഫ്ലോ എന്നാൽ നിറഞ്ഞു കവിയുക എന്നുള്ള അർത്ഥമാണ്. നിറഞ്ഞു കവിഞ്ഞ് പുറത്തേക്ക് പായസം വരാനായിട്ട് ആരംഭിച്ചു. ആൻഡ് സ്പിൽ ഔട്ട് ഓഫ് ദ പാൻ, സ്പിൽ ഔട്ട് എന്നാൽ തുളുമ്പി പുറത്തേക്ക് വീഴുക എന്നുള്ള അർത്ഥമാണ്. ആ പാനിനകത്ത് നിന്നും തുളുമ്പി ആ പായസം പുറത്തേക്ക് വരാനായിട്ട് ആരംഭിച്ചു. ദ ഹോൾ കിച്ചൺ വാസ് ഫിൽഡ് വിത്ത് പോറേജ്. ദ ഹോൾ കിച്ചൺ, ആ അടുക്കള മുഴുവനായിട്ടും വാസ് ഫിൽഡ് നിറയപ്പെട്ടു. വിത്ത് പോറേജ്, പായസം കൊണ്ട് മുഴുവനായിട്ടും ആ അടുക്കള മുഴുവനായിട്ടും നിറഞ്ഞു. ദെൻ ഇറ്റ് സ്പ്രെഡ് ഓൾ ഓവർ ദ ഹൗസ്. അതിനുശേഷം അടുക്കളയിൽ നിറഞ്ഞതിന് ശേഷം അത് വ്യാപിച്ചു. ഓൾ ഓവർ ദ ഹൗസ്, വീട്ടിൽ എല്ലായിടത്തും ആ പായസം വ്യാപിച്ചു. ദെൻ ദ സ്ട്രീറ്റ്, അതിനുശേഷം തെരുവിലും ആ പായസം വ്യാപിച്ചു. ദർ വാസ് എ പോറേജ് എവരിവെയർ. എവരിവെയർ എന്നാൽ എല്ലായിടത്തും എന്നുള്ള അർത്ഥം. ആ പായസം എല്ലായിടത്തും ഉണ്ടായിരുന്നു. ദ ഹോൾ വില്ലേജ് വാസ് ഫ്ലഡഡ് വിത്ത് ദ പോറേജ്. ദ ഹോൾ വില്ലേജ് വാസ് ഫ്ലഡഡ്, ആ ഗ്രാമം മുഴുവൻ നിറഞ്ഞു. വിത്ത് ദ പോറേജ്, ആ കഞ്ഞി ആ പായസം കൊണ്ടൊരു പ്രളയമുണ്ടായി ആ ഗ്രാമത്തിൽ എല്ലായിടത്തും. അങ്കിൾ ജോർജ് വാസ് അലാംഡ്. അങ്കിൾ ജോർജ് ഭയപ്പെട്ടു. അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അദ്ദേഹം അപായസൂചന നൽകി. ഹി റാൻ ഹെൽട്ടർ സ്കെൽട്ടർ ഷൗട്ടിംഗ് ഫോർ ഹെൽപ്പ്. ഹി റാൻ, അദ്ദേഹം ഓടി. ഹെൽറ്റർ സ്കെൽറ്റർ എന്നാൽ വെപ്രാളത്തിൽ എന്നുള്ള അർത്ഥമാണ്. വീണ്ടും വിചാരമില്ലാതെ വെപ്രാളപ്പെട്ടുകൊണ്ട്, ഇതൊക്കെയാണ് അർത്ഥം. അദ്ദേഹം വെപ്രാളപ്പെട്ടുകൊണ്ട് ഓടി. ഷൗട്ടിംഗ് ഫോർ ഹെൽപ്പ്, സഹായത്തിന് വേണ്ടിയിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട്, സഹായം ചോദിച്ച് വിളിച്ചു കൂവിക്കൊണ്ട് അദ്ദേഹം വെപ്രാളത്തിൽ ഓടി. പ്ലീസ് സംബഡി പ്ലീസ് ഹെൽപ്പ് മീ, ആരെങ്കിലും ദയവായിട്ട് ആരെങ്കിലും എന്നെ സഹായിക്കൂ. സംബഡി പ്ലീസ് കം ആൻഡ് സേ സംതിങ് ടു ദിസ് പാൻ. സംബഡി പ്ലീസ് കം, ആരെങ്കിലും ദയവായിട്ട് വരൂ. ആൻഡ് സേ, വന്നിട്ട് പറയൂ. സംതിങ് ടു ദിസ് പാൻ, ഈ പാനിനോട്, ചട്ടിയോട് ദയവായിട്ട് ആരെങ്കിലും എന്തെങ്കിലും വന്നിട്ട് പറയൂ. ദ ഹോൾ വില്ലേജ് വിൽ ബി ഡ്രൗൺഡ് ഇൻ ദ പോറേജ്. ഡ്രൗൺ എന്നാൽ മുങ്ങുക എന്നുള്ള അർത്ഥമാണ്. ദ ഹോൾ വില്ലേജ് വിൽ ബി ഡ്രൗൺഡ്, ഈ ഗ്രാമം മുഴുവനായിട്ടും മുങ്ങിപ്പോകും. ഇൻ ദ പോറേജ്, ഈ പായസത്തിൽ ഈ ഗ്രാമം മുഴുവൻ
മുങ്ങിപ്പോകും. ദ ക്രോസ് വിൽ സ്വാം ദ വില്ലേജ് ടു ഈറ്റ് ഇറ്റ്. ക്രോസ് എന്നാൽ കാക്കകൾ എന്നാണ് അർത്ഥം. സ്വാം എന്നാൽ കൂട്ടം കൂടുക, ഇരച്ചു കയറുക, ഇതൊക്കെയാണ് അർത്ഥം. ദ ക്രോസ് വിൽ സ്വാം, കാക്കകൾ കൂട്ടം ചേരും, ദ വില്ലേജ് ഈ ഗ്രാമത്തിൽ, ടു ഈറ്റ് ഇറ്റ് ഇത് കഴിക്കാൻ ഗ്രാമത്തിൽ കാക്കകൾ ഇരച്ചു കയറും. ബട്ട് ദ പോറേജ് കണ്ടിന്യൂ ടു ബോയിൽ ആൻഡ് ഓവർഫ്ലോ. ഓവർഫ്ലോ എന്നാൽ കര കവിയുക എന്നുള്ള അർത്ഥം. കവിഞ്ഞൊഴുകുക, വെള്ളപ്പൊക്കം ഉണ്ടാക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ബട്ട് പക്ഷേ ദ പോറേജ് കണ്ടിന്യൂഡ്, ആ പായസം തുടർന്നു, ടു ബോയിൽ ആൻഡ് ഓവർഫ്ലോ, ആ പായസം പാചകം ചെയ്തുകൊണ്ട് അത് എല്ലായിടത്തും നിറഞ്ഞു കവിയാനായിട്ട് ആ നിറഞ്ഞു കവിയൽ തുടർന്നുകൊണ്ടേയിരുന്നു, അതിൻ്റെ വെള്ളപ്പൊക്കം ഉണ്ടായിക്കൊണ്ടേയിരുന്നു. മീൻ വൈൽ, അതേസമയം മാരി ആൻഡ് ഹെർ ഡോട്ടർ കെയിം ഹോം. മാരി ആൻഡ് ഹെർ ഡോട്ടർ, മാരിയും അവളുടെ മകളും കെയിം ഹോം വീട്ടിലേക്ക് വന്നു. അതിനിടയിൽ മാരിയും അവളുടെ മകളും വീട്ടിലേക്ക് വന്നു. വെൻ മാരി സോ ദ സ്ട്രീറ്റ്സ് ആൻഡ് ഹെർ ഹൗസ് ഫിൽഡ് വിത്ത് പോറേജ്. വെൻ മാരി സോ, മാരി കണ്ടപ്പോൾ, ദ സ്ട്രീറ്റ്സ് തെരുവുകൾ മാരി കണ്ടപ്പോൾ, ആൻഡ് ഹെർ ഹൗസ് അവളുടെ വീടും മാരി കണ്ട സമയത്ത്, ഫിൽഡ് വിത്ത് പോറേജ് അതാകെ നിറഞ്ഞു കവിഞ്ഞു കിടക്കുന്നതായിട്ട്, ഈ പായസം ആകെ പടർന്ന് കിടക്കുന്നതായിട്ട് മേരി തെരുവുകളിലും വീടിലും കണ്ടപ്പോൾ, ഷീ അണ്ടർസ്റ്റുഡ് അവൾക്ക് മനസ്സിലായി, വാട്ട് മസ്റ്റ് ഹാവ് ഹാപ്പൻഡ് എന്താണ് സംഭവിച്ചിട്ടുണ്ടായേക്കുക എന്ന് അവൾക്ക് മനസ്സിലായി. ഷീ ക്വയറ്റ്ലി വെൻറ്റ് ഇൻ ടു അങ്കിൾ ജോർജ് കിച്ചൺ ആൻഡ് വിസ്പേർഡ് ടു ദ പാൻ. ഷീ ക്വയറ്റ്ലി അവൾ സൗമ്യമായി, ശബ്ദമുണ്ടാക്കാതെ, വെൻറ്റ് പോയി, ഇൻ ടു അങ്കിൾ ജോർജ് കിച്ചൺ അങ്കിൾ ജോർജിൻ്റെ കിച്ചണിലേക്ക്, അടുക്കളയിലേക്ക് പോയി, ആൻഡ് വിസ്പേർഡ് എന്നിട്ട് മന്ത്രിച്ചു, ടു ദ പാൻ ആ ചട്ടിയോട് മന്ത്രിച്ചു. വിസ്പർ എന്നാൽ പതുക്കെ പറയുക, മന്ത്രിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. പാൻ, ഓ പാൻ, പ്ലീസ് സ്റ്റോപ്പ് ദയവായി നിർത്തൂ, ആൻഡ് ക്വിക്ക്ലി വേഗത്തിലും, ആൻഡ് ക്വിക്ക്ലി ടു വേഗത്തിൽ ഇത് നിർത്തൂ. അവർ സ്റ്റൊമക്സ് ആർ ഫുൾ. സ്റ്റൊമക്സ് എന്നാൽ വയറുകൾ എന്നുള്ള അർത്ഥം. ഞങ്ങളുടെ വയറുകൾ നിറഞ്ഞിട്ടുണ്ട്. ആൻഡ് താങ്ക് യു ടു നിനക്ക് നന്ദി. ദ പാൻ സ്റ്റോപ്ഡ് കുക്കിംഗ് ആ പാൻ ചട്ടി പാചകം ചെയ്യുന്നത് നിർത്തി. അങ്കിൾ ജോർജ് സെഡ് ടു മാരി അങ്കിൾ ജോർജ് മാരിയോട് പറഞ്ഞു, മാരി പ്ലീസ് ഫോർഗിവ് മീ ദയവായിട്ട് എനിക്ക് മാപ്പ് നൽകൂ. ഐ ഹാഡ് ബിക്കം ഗ്രീഡി ഞാൻ അത്യാഗ്രഹിയായി തീർന്നിട്ടുണ്ടായിരുന്നു. ഗ്രീഡി എന്നാൽ അത്യാർത്തിയുള്ള. സോ ആയതിനാൽ, ഐ സ്റ്റോൾ യുവർ പാൻ ഞാൻ നിൻ്റെ ചട്ടി മോഷ്ടിച്ചു. നൗ ഐ വാണ്ട് നീദർ ദിസ് പാൻ നോർ ദ പോറേജ് ഇപ്പോൾ എനിക്ക് ഈ ചട്ടിയോ വേണ്ട, പായസമോ വേണ്ട. പായസവും എനിക്ക് വേണ്ട, ചട്ടിയും എനിക്ക് വേണ്ട. നീദർ എന്നാൽ രണ്ടിൽ ഒന്നുമില്ല എന്നുള്ള അർത്ഥമാണ്. ഇവിടെ എന്താണ് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന് ചട്ടിയും വേണ്ട, അദ്ദേഹത്തിന് പായസവും വേണ്ട എന്നാണ് പറയുന്നത്. പ്ലീസ് പാർഡൺ മീ ഫോർ മൈ ഒഫൻസ്. ഒഫൻസ് എന്നാൽ അപരാധം എന്നുള്ള അർത്ഥമാണ്. പ്ലീസ് പാർഡൺ മീ എനിക്ക് ദയവായിട്ട് മാപ്പ് നൽകൂ. ഫോർ മൈ ഒഫൻസ് എൻ്റെ അപരാധത്തിന്, ഞാൻ ചെയ്ത കുറ്റത്തിന് എനിക്ക് ദയവായിട്ട് മാപ്പ് നൽകൂ. ഇപ്പോൾ എനിക്ക് ചട്ടിയോ വേണ്ട, പായസമോ വേണ്ട, ഇത് രണ്ടും എനിക്ക് വേണ്ട. ഞാൻ ചെയ്ത കുറ്റത്തിന് എനിക്ക് ദയവായിട്ട് മാപ്പ് നൽകൂ. അങ്കിൾ ജോർജ് ഹാഡ് നോട്ട് ഹേർഡ് the words which Mary whispered to the pan to stop cooking. The Uncle George had not heard. Uncle George കേട്ടിട്ടുണ്ടായിരുന്നില്ല the words വാക്കുകൾ which Mary whispered മാരി മന്ത്രിച്ച വാക്കുകൾ to the pan to stop cooking ആ ചട്ടി പാചകം ചെയ്യുന്നത് നിർത്താൻ വേണ്ടിയിട്ട് മാരി എന്താണോ ചട്ടിയോട് മന്ത്രിച്ചത് അത് അങ്കിൾ ജോർജ് ആ വാക്കുകൾ അങ്കിൾ ജോർജ് കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഈവൻ ടുഡേ ഇന്ന് പോലും ഇപ്പോഴും അങ്കിൾ ജോർജ് ഹാസ് നൈറ്റ്മേഴ്സ് അബൌട്ട് ദ മാജിക് പാൻ ആൻഡ് ദ പോറേജ്. അങ്കിൾ ജോർജിന് ഉണ്ട് നൈറ്റ്മേഴ്സ് എന്നാൽ പേടി സ്വപ്നങ്ങൾ എന്നുള്ള അർത്ഥം. അദ്ദേഹം പേടി സ്വപ്നങ്ങൾ കാണാറുണ്ട്, അദ്ദേഹത്തിന് അതോർത്ത് പേടിപ്പെടാറുണ്ട്. അബൌട്ട് ദ മാജിക് പാൻ ആ മാജിക് പാനിനെ ഓർത്ത്, ആൻഡ് ദ പോറേജ് ആ പായസത്തെ പറ്റിയും ആ ചട്ടിയെ പറ്റിയിട്ടും ഓർത്ത് അദ്ദേഹം ഇപ്പോഴും ഭയപ്പെടാറുണ്ട്, അദ്ദേഹത്തിന് പേടി സ്വപ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ആൻഡ് ഹീ വേക്സ് അപ്പ്
ഇൻ ദ ഫ്രൈറ്റ്. ഹെൻ ഹി വേക്സ് അപ്പ്, അദ്ദേഹം ഉണരാറുണ്ട്. ഇൻ എ ഫ്രൈറ്റ്, ഭയപ്പെട്ടുകൊണ്ട്, ഈ കാര്യം ഭയപ്പെട്ടുകൊണ്ട്, ഇതിൽ ഭയപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും ഉറക്കമുണരാറുണ്ട്. ഇന്നും അദ്ദേഹത്തിന് ഈ സംഭവം ഒരു പേടി സ്വപ്നമാണ്. ആ ചട്ടിയും ആ പായസവും അന്നത്തെ സംഭവം അദ്ദേഹത്തെ ഇപ്പോഴും ഭയപ്പെടുത്താറുണ്ട്, അദ്ദേഹത്തെ അത് ഉറക്കമുണർത്താറുണ്ട്.